ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കൊടുങ്ങല്ലൂർ പോയി വരുമ്പോൾ തട്ടിൽ നല്ല ഫ്രഷ് ക്രാബ് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്തായാലും കുറേ ദിവസമായി പറയും ക്രാബ് റോസ്റ്റഡായി കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നല്ല ക്രാബ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കണ്ടപ്പോൾ വേഗം തന്നെ വാങ്ങിച്ച്. അപ്പോൾ ഇവിടെ വന്നിട്ട് അത് പാത്രത്തിലേക്ക് ഇട്ടപ്പോഴാണ് മറിയ അത് കാണുന്നത്. ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ പേടിച്ചിട്ടാണ് ഇപ്പോൾ ആ ക്രാബിന് എടുക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരാം പറഞ്ഞിട്ട് അങ്ങനെ വേഗം തന്നെ ക്രാബ് റോസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ക്രാബ് റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് ഒരു വലിയ സബോള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് 5 കാന്താരി മുളക്, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ മാറി വരുന്നവരേക്ക് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിലേക്ക് 2 ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ല വഴന്ന് വന്നപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല നീറ്റായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രാബും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് പാകത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് ലിഡ് ഇട്ട് കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക. അധികം സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതാണ്. അതിനിടയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പും എല്ലാ ടേസ്റ്റും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് ലിഡ് ഇട്ട് കൊടുത്ത് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ നമ്മളെ ക്രാബ് റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചപ്പാത്തി, പൊറോട്ട, റൈസ്, പത്തിരി എന്തിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം. ഓക്കെ.